ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നിന്നും സാഗർ എന്ന ശല്യം ഇല്ലാതാകുന്നു. അതേ പ്രേക്ഷകരെ, ഇന്ന് നമ്മുടെ സാഗർ നമ്മുടെ മഹാലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ സാഗർ രണ്ടും കൽപ്പിച്ച് ആ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്റെ ഒപ്പം നീ പോരുന്നോ ലക്ഷ്മി എന്നും പറഞ്ഞിട്ട്. അപ്പൊ തന്നെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് ആളിക്കത്തുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിട്ട് കൂട്ടുകാരൻ നമുക്ക് കാണാൻ സാധിക്കും. നീ താലി പൊട്ടിച്ചെറിഞ്ഞിട്ട് ഞാൻ നിന്റെ കൂടെ വരുമെന്ന് നീ വിചാരിച്ചോടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സാഗറിന്റെ കാരണടിച്ച് പൊളിക്കുന്നുണ്ട്, തള്ളിയിടുന്നുണ്ട്. അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ളൊരു ഉഗ്രഭാവം, വേറൊരു ഭാവം മാറി ലക്ഷ്മി തന്നെയാട്ടോ നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. പിന്നീടുണ്ടല്ലോ, നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സങ്കടത്തോടു കൂടി ആ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുവാട്ടോ. എന്ന് വെച്ചാൽ തന്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിപ്പോയല്ലോ, സാഗറിന്റെ കാര്യത്തിൽ താൻ ആകപ്പാടെ തെറ്റിപ്പോയല്ലോ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവിടെ നമ്മുടെ ദേവിയും എന്തൊക്കെയോ നമ്മുടെ മഹാലക്ഷ്മിയോട് പ്രവചിക്കുന്നുണ്ട്, എന്തൊക്കെയോ സത്യങ്ങൾ അവിടെ പ്രവചിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിയും അമ്മ പറയുന്നത് സത്യമാണോ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല എന്നും പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി അവിടെയും ഇങ്ങനെ ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്നുണ്ട്, അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ, ഒരു അടിപൊളി എപ്പിസോഡ് ആട്ടോ വരാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.